നമസ്കാരം. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇതെന്തായി കേൾക്കണേ? ദൈവത്തിന് ദോഷം മാറ്റാനായിട്ട് നമ്മുടെ നാട്ടിൽ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ പരിഹാരക്രിയ ആരംഭിച്ചത്രേ. ശ്രദ്ധിക്കുക, ശബരിമല ദൈവത്തിന്റെ ദോഷം തീർക്കാനായിട്ട്. സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കും, ദൈവമാണ് നമ്മളെ എല്ലാവരെയും സംരക്ഷിക്കുന്നത്, അല്ലെ? എല്ലാ ചരാചരങ്ങളെയും മനുഷ്യരെയും എല്ലാം രക്ഷിക്കുന്നതാരാണ്? ദൈവമാണ്. ആ ദൈവത്തിന്റെ ദോഷം മാറ്റുന്ന ആൾക്കാർ വരെ നമ്മുടെ നാട്ടിലുണ്ടത്രേ. യജാതി വിസ്മയം. നോക്കേ, ഇപ്പോൾ ശബരിമലയിലെ ദോഷങ്ങളൊക്കെ മാറ്റാൻ പരിഹാരക്രിയകൾ ആരംഭിച്ചിരിക്കുകയാണ് ദേവസ്വം. കൊല്ലൂർ മൂകാംബികയിലും കാസർഗോഡും പ്രത്യേക പൂജകൾ നടന്നു. കാസർഗോഡ് കുമാരമംഗലം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലായിരുന്നു പ്രത്യേക പൂജ. ക്ഷേത്രത്തിൽ കാർത്തിക പൂജയും കാണിക്ക സമർപ്പണവും നടന്നു. ക്ഷേത്രത്തിലെ പൂജാ ദൃശ്യങ്ങൾ മനോരമ ന്യൂസിന് ലഭിച്ചു. കേട്ടല്ലോ, കൊല്ലൂർ മൂകാംബികയിലും കാസർഗോഡുള്ള ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലുമാണ് പ്രത്യേക പൂജകൾ നടത്തിയത്രേ. അതിന്റെ ദൃശ്യം മനോരമ ന്യൂസിന് കിട്ടിയത്രേ. സ്വാഭാവികമായിട്ടും കിട്ടും. കാര്യം അന്നത്തിന്റെ പ്രശ്നമാണ് ചിലരുടെ. ഞണ്ണണമെന്നുണ്ടെങ്കിൽ മനോരമ ന്യൂസിലൂടെ ഇമാതിരി, അതായത് കട്ടതാരാണ്? കട്ടത് തന്ത്രിയും ഒരു പോറ്റിയും കൂടി ചേർന്നു. കാര്യം ശബരിമല ദൈവത്തിന്റെ മുന്നിൽ, അല്ലെങ്കിൽ അവിടത്തെ ഈ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ ദേവപ്രശ്നം വെച്ചിട്ട് സ്വർണം ഊരിക്കൊണ്ടു പോകാന്ന് പറഞ്ഞ ആരാണ്? തന്ത്രിയാണ്. അല്ലാതെ അവിടെ വന്നിട്ട് ഏതെങ്കിലും ദേവസ്വം ബോർഡ് ജീവനക്കാരനോ കടകംപള്ളി എങ്ങാനാണോ വന്ന് ഈ സ്വർണം ഊരി മാറ്റിക്കൊണ്ട് പോകാമെന്ന ദേവപ്രശ്നം വെച്ച് അനുജ്ഞ എന്ന് പറയുവൻ. ഇവർ നല്ല ചില ഓമന പേരുകൾ കൊടുത്തിട്ടുണ്ടല്ലോ, അനുജ്ഞ. നമ്മൾ അങ്ങനെ വിശ്വസിച്ചോളണം. അങ്ങനെ ആ ദൈവങ്ങളിൽ എന്തെങ്കിലും ഒരു വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കാലം ഇവർ ആ വിഗ്രഹത്തിന്റെ പുറകിൽ നിന്ന് ഈ കൊള്ള നടത്തൂ. ഇവിടെ മാത്രമല്ല, നിങ്ങൾ അയോധ്യ, ബദ്രിനാഥ്, ഇവിടെ എല്ലാം ചിന്തിക്കൂ. വിശ്വാസം അവിടെ ചെല്ലുന്ന നിങ്ങൾക്ക് മാത്രമാണ്. കാര്യം നിങ്ങളുടെ പോക്കറ്റിലെ പൈസയാണല്ലോ അവിടെ ഇറങ്ങേണ്ടത്. അത് വാങ്ങി വെച്ച് 10 പൈസയുടെ പണിയെടുക്കാതെയും ഒരു തുള്ളി വിയർപ്പ് പോകാതെയും ഈ മറ്റേ നൈസ് പണിയുണ്ടല്ലോ, പൂവുതെ ഇങ്ങനെ വാരിട്ട് കൊടുക്കുന്ന നൈസ് പണിയും 2 മണിയടിച്ച് ജീവിക്കുന്ന, ആ പണിയെടുക്കാതെ ജീവിക്കുന്നവർ ഇന്നിപ്പോ ഒരുത്തൻ കട്ടതിന് അതിനേക്കാൾ മികച്ച ഒരുത്തനെ കൊണ്ടുവന്ന് പരിഹാരക്രിയ. ആരുടെ പണമെടുത്ത്? ദേവസ്വം ബോർഡിന്റെ പണം. ദേവസ്വം ബോർഡിന്റെ പണം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ മനുഷ്യർ കാണിക്ക കൊടുക്കുന്ന പണം. അതായത് അവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കുന്ന പണത്തിന്റെ ഒരു വിഹിതം കൊണ്ടുവന്ന് എവനെയൊക്കെ തിന്നാൻ കൊടുക്കുമ്പോൾ അവർ കരുതുകയാണ് അവിടെ ഇരിക്കുന്ന ആ വിഗ്രഹം അതെന്നെ രക്ഷിക്കുന്നുണ്ട്, സംരക്ഷിക്കുന്നുണ്ടെന്ന്. കാര്യം എല്ലാവരെയും രക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുകയും അതിൻ്റെ ഇടയിൽ ഏജന്റ് പണിക്ക് നിൽക്കുന്നവനാണ് ആരെന്ന് പറഞ്ഞാൽ വിശ്വാസിയുടെയും ദൈവത്തിന്റെ ഇടയിൽ ഏജന്റ് പണിക്ക് നിൽക്കുന്നവനാണ് തന്ത്രി, പൂജാരി എന്നൊക്കെ പറയുന്നത്. ആണല്ലോ, അല്ലേ? നമ്മൾ പറയാറില്ലേ, 2 പേർ വസ്തു കച്ചവടം നടത്തുകയാണ്. ഒരാൾ വാങ്ങാൻ വരുന്നു, ഒരാൾ വിൽക്കാൻ നിൽക്കുന്നു. ഇവർ 2 പേരെയും മുട്ടിക്കാൻ നടുക്ക് ഒരാൾ കാണും. ആരാണ് അത്? ബ്രോക്കർ എന്ന് നമ്മുടെ നാട്ടിൽ പറയും. ആ ബ്രോക്കറാണ് ഇവരെ തമ്മിൽ കണക്ട് ചെയ്തതിന് ശേഷം 2 പേർക്കും കണ്ട് ഇഷ്ടപ്പെട്ട് ആ കച്ചവടം ഡീലിങ്സ് നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ദക്ഷിണ ആർക്ക് കിട്ടും? ബ്രോക്കർക്ക് അങ്ങോട്ട് കിട്ടും. അത് തന്നെയല്ലേ ഇവിടെയും നടക്കുന്നത്. വിശ്വാസി പ്രശ്നമായിട്ട് വരുന്നു, ആ പ്രശ്നം ഇടനിലക്കാരനായിട്ട് നിന്ന് ഞാൻ കണക്ട് ചെയ്ത് കൊടുക്കുന്നു എന്ന ആ ഒരു തട്ടിപ്പ് പരിപാടി. ആ തട്ടിപ്പ് പരിപാടിയിലൂടെ കഴിഞ്ഞ കുറേ കാലമായി ഈ നാട്ടിലെ മനുഷ്യരുടെ വിശ്വാസത്തെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വിശ്വാസത്തെ കൊള്ളയടിച്ച് അവിടെ നാട്ടുകാർ കാണിക്ക കൊടുക്കുകയാണ്. ആർക്കാണ്? ഈ പൂണൂലിട്ടുകൊണ്ടിരിക്കുന്ന ആ കള്ളനാണ്? അല്ല, അവിടെ ഇരിക്കുന്ന ആ വിഗ്രഹത്തിൽ എന്തോ ശക്തിയുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ ഇതല്ല അടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആരാണ്? അയോധ്യയിൽ നോക്കിയാൽ സംഘികൾ അടിച്ചുകൊണ്ട് പോകും. ഇവിടെ നോക്കിയാൽ ശബരിമലയിലെ സംഘി തന്ത്രി അതും അടിച്ച് വീട്ടിൽ കൊണ്ടുപോയി കോടാനുകോടി രൂപയുടെ വസ്തുവകകൾ വാങ്ങി. 1.5 കോടി രൂപ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 1.5 കോടി രൂപ ഒരു സ്വകാര്യ ഫൈനാൻസിൽ കൊണ്ടിട്ടിട്ട് ആ ഫൈനാൻസ് തകർന്നപ്പോൾ ആ പൈസ പോലും അന്വേഷിച്ചു പോകാത്ത വിശാല മനസ്കത നോക്ക്. കാര്യം എന്താണ്? കുനിഞ്ഞിട്ടാ നൂന്നെടുത്താ കണ്ടവന്റെ പൈസയല്ലേ വാരിക്കൊണ്ട് പോവുക, അടുത്ത തവണ വീണ്ടും കിട്ടുമല്ലോ. ഈ മനോഭാവത്തിനെയാണ് പുതിയ തന്ത്രം വെച്ച് മറികടക്കാൻ ശ്രമിക്കുന്നത്. ഇത് വിശ്വാസികളായിട്ടുള്ള മനുഷ്യരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ക്ഷേത്രങ്ങളിലോ ആരാധനാലയങ്ങളിലോ പോകണ്ട എന്നൊന്നും പറയില്ല. കാര്യം നിങ്ങൾക്ക് മനസ്സിനൊരു സമാധാനം കിട്ടുമെങ്കിൽ നിങ്ങൾ അവിടങ്ങളിലൊക്കെ പോകണം. നിങ്ങൾ പറയുന്നത് അകത്ത് നിൽക്കുന്ന ആൾ കേൾക്കില്ലെങ്കിൽ, കാര്യം ഇവർ പറയുന്നത് സംസ്കൃതമാണെന്നാണ് പറയുന്നത്, അത് ദേവഭാഷ സംസ്കൃതമാണെന്ന്. പിന്നെ മലയാളത്തിൽ നിങ്ങൾ അവിടെ പോയി പ്രാർത്ഥിച്ച ദൈവത്തിന് വല്ല മനസ്സിലാകും? ഇവൻ പറയുന്ന കള്ളത്തെക്കുറിച്ചാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു വിഗ്രഹം അവിടെ ഉണ്ട്, അതിൽ എന്തോ ശക്തിയുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ പോയി സമാധാനമായി ഒന്ന് പ്രാർത്ഥിക്കൂ. വേറെ ഒരു അത്ഭുതവും ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങളുടെ ഒരു സമാധാനം
സമാധാനം. അത് ഈ നാട്ടിൽ വേറെ ആർക്കും തരാൻ പറ്റുന്നില്ല, അവിടെ പോയാലേ കിട്ടുള്ളെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ. പക്ഷേ അവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. കാര്യം നിങ്ങൾ പ്രവർത്തിച്ചാൽ മാത്രമേ അത്ഭുതം ഉണ്ടാകുള്ളൂ. പക്ഷേ നിങ്ങളുടെ ഉള്ളാലെ നിങ്ങൾ വിശ്വസിക്കുന്നു, ഞാൻ ഇവിടെ വന്നിട്ട് പ്രവർത്തിച്ചതും ആ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇത് നടന്നതെന്ന്. ഒരു പക്ഷേ നിങ്ങൾ ആലോചിച്ചേ, പ്രാർത്ഥിച്ചിട്ട് ആ കാര്യത്തിന് വീട്ടിൽ കയറി ഇരുന്നാൽ എന്തെങ്കിലും ഗുണം ഉണ്ടാവും? ഇല്ലല്ലോ. അപ്പോ പ്രവർത്തിക്കുക. ആ പ്രവർത്തിക്കുന്നതിന് നിങ്ങൾക്ക് മാനസികമായ ഒരു ധൈര്യം, അതിനപ്പുറത്തേക്ക് അത് അവിടെയാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ. പക്ഷേ യവന്മാരുടെ തട്ടിപ്പിന് നിന്നു കൊടുക്കരുതെന്നാണ് പറയാനുള്ളത്. കാര്യം കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ, ആഴ്ചയിൽ 7 ദിവസവും കഷ്ടപ്പെടുന്നവൻ, അവൻ അധ്വാനിച്ചുണ്ടാക്കുന്നതിന് ഒരു മനോവ്യതയും ഇല്ലാതെ വാങ്ങിക്കൊണ്ടുപോയി അവൻ കൊണ്ടുവരുന്ന വെണ്ണ അടിച്ചു മാറ്റി വിൽപ്പന, അവൻ അവിടെ കൊണ്ടുവരുന്ന സകലതും, അതായത് വഴിപാടെന്ന പേരിൽ കൊടുക്കുന്ന സാധനങ്ങളെല്ലാം പാക്കറ്റിലാക്കി മറിച്ച് വിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ മനസ്സിൽ എന്ത് ഭക്തിയാണുള്ളത്? അതുകൊണ്ട് ഈ കാണിക്കുന്ന അവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കാൻ ക്രിയ നടത്തുന്നു. ഒരു കൊള്ളക്കാരനെ രക്ഷിക്കാൻ വേറൊരു കൊള്ളക്കാരനെ, മോട്ടിച്ചവനെ മാറ്റിയിട്ട് എൻ്റെ മോനെ അവിടെ ഇരുത്തു, മോട്ടിച്ചത് കയ്യോടെ പിടിച്ച തന്ത്രിയെ മാറ്റിയിട്ട് മകനെ ഇരുത്താൻ പറയുന്ന ആ ലോജിക്കില്ലാത്ത ചിന്തയിൽ നിന്ന് നിങ്ങൾ ഇത്രയും കാര്യം ആലോചിച്ചുകൊണ്ട് വേണം നിങ്ങളുടെ വിശ്വാസം കീപ്പപ്പ് ചെയ്യാൻ. അതുകൊണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഭക്തരുടെ കാണിക്ക പൈസ തന്നെ എടുത്ത് ചിലർക്ക് തിന്നാൻ കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഇമ്മാതിരി തട്ടിക്കൂട്ട് പരിപാടികൾ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു കണ്ണിൽ പൊടിയിടലാണ്. ഒരിക്കലും ദൈവം ജനങ്ങളെ സംരക്ഷിക്കുന്നവരാണ്, ഈ ഭൂമിയെ സംരക്ഷിക്കുന്നവരാണ്, ഭൂമിയെ സൃഷ്ടിച്ചവരാണെന്ന് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പരിഹാരക്രിയ ചെയ്യാൻ അദ്ദേഹം തന്നെ സൃഷ്ടിച്ച ഒരു മനുഷ്യന് കഴിയുമോ? ആലോചിക്കുക. നിങ്ങളുടെ പോക്കറ്റ് ചോരാതിരിക്കാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രം.